എവിടായിരുന്നടി? സിറ്റിയിലുള്ളവർക്കെല്ലാം കൊടുത്ത് തളർന്നു വന്നതാകും. അറിയെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അല്ല, ഞങ്ങൾക്കൊന്നും തരത്തില്ലല്ലോ. ഓ പിന്നെ, ഞാൻ അങ്ങനെ ആർക്കും അതിർത്തി ഒന്നും കൽപ്പിച്ചിട്ടില്ല. എന്നാ കേറ്. ഇപ്പൊ പറ്റില്ല. അതെന്താടി മോളെ? കുട്ടി കൂടെ ഉണ്ട്. അവളും വരട്ടെ, ഇതൊക്കെ ഇപ്പോഴേ പഠിക്കാനുള്ളതല്ലേ. ഇങ്ങോട്ട് കേറി. ലുക്ക് ഹിമ, ഇതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവിടെ അനാഥരായ കുട്ടികളെയാ സർക്കാർ സംരക്ഷിക്കുന്നത്. ഇതിപ്പോ അതുമല്ല, വ്യക്തമായ ഒരു റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ. അതൊന്നുമില്ലാണ്ട് അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ മാഡം. ശരി, വാ. ഇനി ഇവളെ എന്റെ യാത്രകളിൽ കൂടെ കൂട്ടില്ല. ഞാൻ സഖാവേട്ടന്റെ അടുത്തെത്തുന്നത് ഒറ്റയ്ക്കായിരിക്കണം. ഇവൾക്ക് ഇനിയും ജീവിതമുണ്ട്. എനിക്ക് ചുറ്റും കഴുകൻ കണ്ണുകളാ, മാംസം കൊത്തിപ്പറിക്കാൻ വെമ്പുന്ന ചുണ്ടുകളും. അവർക്ക് ഇവളും ഇരയായിക്കൂടാ. സർക്കാർ മന്ദിരങ്ങൾ ആശ്രയമേകുന്നില്ല. ഇനി അറിയില്ല പ്രത്യാശയുടെ പുതുനാമ്പ് എവിടെയാണെന്ന്. ഒരു സ്ഥലം വരെ പോവുക. അങ്ങോട്ട് ഞാനും വരട്ടെ അമ്മ? വേണ്ട മോളെ, അവിടേക്ക് അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളാം. മോളെ ഇവിടെ നിന്നാ മതി കേട്ടോ. നോക്ക്, ഇവിടെ ഒരുപാട് കൂട്ടുകാരെ കിട്ടും. വേണ്ട അമ്മ. അമ്മ പോവണ്ട. അയ്യേ, നല്ല കുട്ടിയല്ലേ, എന്തിനാ കരയുന്നേ? മോള് പഠിച്ച് വലിയ ആളാവും കേട്ടോ. അപ്പ അമ്മേന് വരില്ലേ? അമ്മ വരും. വേണ്ട അമ്മ, പോവണ്ട. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവണ്ട. പറഞ്ഞ കേൾക്കാത്ത അസത്തെ. വേണ്ട, എനിക്കിനി നിന്നെ വേണ്ട. അല്ലെങ്കിൽ നീ എന്നെ ആരെങ്കിലാണോ? തെരുവിൽ കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ചെടുത്ത് വളർത്തിയപ്പോ എന്നെ ഭരിക്കാൻ വരിക. എവിടെങ്കിലും പോയി തല അസത്തെ എനിക്ക് കാണണ്ട ഇനി. മാമ വിശക്കണം വല്ലതും. ഇവിടൊന്നുമില്ല, ഓടി. പോയ 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 ഓൻ. ഒന്നുമില്ല പോയ. കഴിക്കാൻ കുറച്ച് ചോറ് തരൂ. നിന്നോടല്ലേ പറഞ്ഞു പോവാൻ. എന്താ കരയുന്നേ? എന്താ കാര്യം? വിശക്കുന്നു. കേറിക്കോ.
കൊച്ചേ 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 പ്രിയ പ്രവർത്തകരെ, വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇത്തരമൊരു ആശയം ഉദിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ എല്ലാ പേരും ഫസ്റ്റ് റാങ്കിൽ പാസ്സായെന്നറിഞ്ഞാൽ ഞാൻ അതിൽ സന്തോഷിക്കണമെന്നില്ല. നിങ്ങൾ എല്ലാ പേരും തോറ്റുപോയി എന്ന് കരുതി ഞാൻ അതിയായി ദുഃഖിക്കുകയുമില്ല. പക്ഷേ നിങ്ങളിൽ ഒരാളെങ്കിലും മനുഷ്യനെ തിരിച്ചറിയാൻ പ്രാപ്തി നേടിയാൽ ഞാൻ ധന്യയായി. ആ തിരിച്ചറിവിന്റെ കാഴ്ചകൾ നേടിയെടുക്കാനുള്ള ഒരു കണ്ണടയാണ് റിഹേഴ്സൽ കണ്ടെടുത്തോളം ഈ കലാജാഥ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സംവിധാനം നിർവഹിച്ച സഖാവ് കൃഷ്ണൻ, ഇതിന്റെ രചന നിർവഹിച്ച ഹിമ സഖാവിനും എന്റെ അഭിവാദ്യങ്ങൾ. പ്രിയ പ്രവർത്തകരെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണു തുറക്കുന്നതോടൊപ്പം ഈ നാടിന്റെ കണ്ണു തുറക്കാനുള്ള കണ്ണടകളായി തീരാൻ ധീര രക്തസാക്ഷികൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലാൽ സലാം. സഖാവ് കൃഷ്ണൻ സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സഖാവ് കൃഷ്ണൻ സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സഖാവ് കൃഷ്ണൻ സിന്ദാബാദ്. ഒരു രക്തസാക്ഷിതൻ ചുടുരക്തവിത്തുകൾ പിൻപേ നടപ്പോർക്ക് രക്തപുഷ്പങ്ങൾ, രക്തപുഷ്പങ്ങൾ, രക്തപുഷ്പങ്ങൾ. ജനനമുള്ള ഓരോ മനുഷ്യനും സത്യമായ ഒന്നുണ്ട്, മരണം. ഓരോ കുട്ടിയും ജനിക്കുന്ന നിമിഷം മുതൽ മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഓരോ ജന്മവും സന്തോഷമാക്കുവാൻ നാം കരയുകയാണ്. എന്തിനെന്നറിയാം.